സപ്തതി നിറവിൽ സ്വപ്ന നായിക. കാലത്തിന്റെ വേഗത ജയഭാരതി തിരിച്ചറിയുന്നുണ്ട്. മലയാളത്തിന്റെ സ്വപ്ന നായിക സപ്തതി നിറവിൽ. ശാരദയെയും ഷീലയെയും പോലെ അന്നുവരെ കണ്ട നായികാരൂപമായിരുന്നില്ല ജയഭാരതിക്ക്. മലയാളി അവരെ ഭാരതി എന്ന് വിളിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശശികുമാറിന്റെ പെൺമക്കൾ സിനിമയിൽ ആദ്യമായി അഭിനയിച്ചു. പല്ലടർന്നു വീണിരുന്ന തീരെ ചെറിയ കുട്ടിയെ സിനിമ കഴിഞ്ഞ് പ്രേം നസീർ ഉൾപ്പെടെയുള്ളവർ ഈ റോഡിലേക്ക് മടക്കി അയച്ചെങ്കിലും ജയഭാരതി എത്തേണ്ടിടത്ത് വീണ്ടും എത്തി. 13 തുടങ്ങി 19 വയസ്സിൽ എത്തുമ്പോൾ ജയഭാരതിക്ക് സിനിമകളുടെ എണ്ണം 100. കൊല്ലത്ത് വേരുകളുള്ള കുടുംബത്തിലെ ശിവശങ്കരൻ പിള്ളയുടെയും ശാരദയുടെയും മകൾ കോടമ്പാക്കത്തേക്ക് വരുമ്പോൾ മലയാളം വഴങ്ങുന്നില്ലായിരുന്നു. പി ഭാസ്കരനും കെ എസ് സേതുമാധവനുമാണ് ജയഭാരതിയിലെ അഭിനയത്തിരെ പാകപ്പെടുത്തിയത്. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത കാട്ടുകുരങ്ങിൽ ആദ്യമായി നായികയായി. ഇടയിൽ കഥാപാത്രമായി മാറാൻ കഴിയുന്നതാണ് ജയഭാരതിയുടെ പ്രത്യേകത. ജയഭാരതി അഭിനയിച്ച സിനിമയിലെ എത്രയോ ഗാനങ്ങളിൽ പുരികം ഉയർത്തിയും ഭാവാഭിനയം നടത്തിയും കഥാപാത്രമായി മാറിയ കാഴ്ച കണ്ടു. സിനിമയിലെ ഏറ്റവും തിരക്കുള്ള സമയത്താണ് 1979 സത്താറുമായിട്ടുള്ള വിവാഹം. ക്രിഷ് സത്താർ ജനിച്ചപ്പോൾ ജയഭാരതി സിനിമയിൽ നിന്ന് അകലാൻ തുടങ്ങി. 2002 മോഹൻലാൽ ചിത്രം ഒന്നാമനിലൂടെയാണ് ഏറ്റവും ഒടുവിൽ വേഷമിട്ടത്. ഇതിനിടെ സീരിയൽ രംഗത്ത് അമ്മയായും ഭാര്യയായും നിറഞ്ഞു. മിനിസ്ക്രീൻ പ്രേക്ഷകരെയും ആരാധകരാക്കി മാറ്റി. നല്ലൊരു നർത്തക കൂടിയായ ജയഭാരതി സിനിമാ തിരക്കിൽ നിന്ന് അകന്നപ്പോൾ നൃത്തത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. ചെന്നൈയിലെ വീട്ടിലാണ് ജയഭാരതി. ഏകമകൻ സത്താർ, ഭാര്യ ത്രിപുരസുന്ദരി സോനാലിക്കും മകൾ അമ്പയ്ക്കുമൊപ്പം UK-യിലാണ് താമസം. UK-യിൽ എഞ്ചിനീയറാണ് കൃഷി. ഇടയ്ക്ക് ജയഭാരതി അവിടേക്ക് പോകാറുണ്ട്. ജയഭാരതിയുടെ മടങ്ങിവരവ് മലയാളി ആഗ്രഹിക്കുന്നുണ്ട്.